വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. കൊല്ലപ്പെട്ട വിജയന്റേത് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥിയുമാണ് കണ്ടെത്തിയത്. തറ പൊളിച്ചു നടത്തിയ പരിശോധന തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്ന് ഇടുക്കി SP വിഷ്ണു പ്രദീപ് അറിയിച്ചു. ഫോറൻസിക് സർജൻ ഉണ്ട് ഇവിടെ, പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല. വിജയൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്ന് നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത്. ഓൾമോസ്റ്റ് അധികം നിലയിലാണ്. പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉടനെ അതും നമ്മൾ എൻ്റെ ഓൺഗോയിങ് ആണ്. കൂടുതൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വെറുമൊരു മോഷണ കേസിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഇതാ കേരളക്കരയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് മൃതദേഹം അടക്കം, അതായത് തറയിൽ കുഴിച്ചിട്ട നിലയിൽ, വീടിനകത്ത് തറയിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം അടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. ശരിക്കും ഒരു സിനിമ കാണുന്നത് പോലെയാണ് ഈ ഒരു കേസിന്റെ ഒരു നാൾവഴി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിൽ എപ്പോഴേക്കാണ് കടക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ശരിക്കും കട്ടപ്പനയിലെ സമീപവാസികളെല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരു കാഴ്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സമീപവാസികൾ. ഈ വീട്ടിൽ സ്ത്രീകൾ താമസിച്ചിരുന്നു എന്നുള്ള യാതൊരു തെളിവും ഈ സമീപവാസികൾക്ക് പോലും ലഭ്യമായില്ല. ഏതായാലും ഈ രാവിലെ 9 മണിക്ക് പ്രതിയായിട്ടുള്ള തെളിവെടുപ്പിലാണ് ഈ അല്പം മുമ്പ് തന്നെ വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഒരാൾക്ക് ഇരിക്കത്തക്ക രീതിയിൽ ഒരു കുഴിയെടുത്ത ശേഷം ഈ വിജയനെ 3ആയി മടക്കി ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് ആക്കി ശേഷം പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്ത ശേഷമാണ് ഈ കുഴിക്കുള്ളിൽ ഇറക്കി വെച്ചിരുന്നത്. ഏതായാലും ഈ പരിശോധന ആരംഭിച്ചപ്പോൾ തന്നെ വിജയന്റേതെന്ന് സംശയിക്കുന്ന ഈ പാന്റും അതോടൊപ്പം തന്നെ ബെൽറ്റും മുടിയും അതോടൊപ്പം തന്നെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം സംഭവസ്ഥലത്ത് തന്നെ നടത്താൻ തന്നെയാണ് ഒരു പോലീസിന്റെ തീരുമാനം. അതിനുശേഷം വിദഗ്ധ പരിശോധന, DNA അടക്കമുള്ള വിദഗ്ധ പരിശോധനകൾക്കായി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മാർച്ച് 2 ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് ഇരട്ടക്കൊലപാതകത്തിലേക്ക് ഈ പോലീസിന് ഒരു സൂചനകൾ നൽകിയത്. അറസ്റ്റിലായ നിതീഷ്, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൃത്യങ്ങൾ നിർവഹിച്ചത്. വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ ചുറ്റി കൊണ്ട് തലക്കടിച്ച് ഈ കാക്കാട്ടുകരയിലെ വീടിനുള്ളിൽ തറയിൽ തന്നെ കുഴിച്ചു മൂടിയത്. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, 2016 ഈ വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെയും ഇത്തരത്തിൽ ഈ നിതീഷുമായി ഉണ്ടാകുന്ന അവിഹിത ബന്ധത്തിൽ കുഞ്ഞുണ്ടാവുകയും ഇത് പുറം ലോകം പറഞ്ഞാൽ മാനക്കേട് ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ഈ വിഷ്ണുവിന്റെ പിതാവായ വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെ നിതീഷ് കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. തുടർന്ന് സമീപത്തെ തൊഴുത്തിൽ കുഴിച്ചു മൂടുകയെന്ന് തന്നെയാണ് ഈ നിതീഷ് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ പ്രാരംഭഘട്ട ഇതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷം ഇന്ന് തന്നെ ഈ കട്ടപ്പനയിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പന സാഗരയിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിൽ മറവ് ചെയ്ത നവജാത ശിശുവിന്റെ മൃതദേഹവും കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ഭദ്ര. ബിനീഷ്, അതുപോലെ തന്നെ ആരംഭഘട്ടത്തിൽ നമുക്കൊരു സൂചന ലഭിച്ചിരുന്നത് ഇത് മറ്റൊരു ആഭിചാര പ്രവർത്തികളുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ കേസിന് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പോലീസിന്റെ ഒരു ഭാഷ്യം? നിലവിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. മന്ത്രവാദവും അതോടൊപ്പം തന്നെ ആഭിചാര ക്രിയകളെല്ലാം തന്നെ ഇവിടെ നടന്നു എന്ന് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. ഏതായാലും അതിന് പഞ്ചായത്ത് മെമ്പറടക്കം ഇത് സ്ഥിരീകരിച്ച് അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഈ മുറിക്കുള്ളിൽ പൂജകൾക്കായി പ്രത്യേക കറുത്ത പടുത വിരിച്ച് വലയം ചെയ്ത് ഭദ്രകാളിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ പൂജയ്ക്ക് വേണ്ട പൂജാ ദ്രവ്യങ്ങളെല്ലാം തന്നെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെയായിരുന്നു ഈ പഞ്ചായത്ത് മെമ്പറെല്ലാം നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ മോഷണ കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ വരുമ്പോൾ ഈ അസ്വാഭാവികത എല്ലാം തന്നെ കാണുകയും അതോടൊപ്പം തന്നെ ഈ വീട്ടിലെ അമ്മയും പെങ്ങളെയും കൂട്ടിയിട്ട ഒരു സാഹചര്യം തന്നെ നിലവിൽ നിന്നു. ഇത് തന്നെയാണ് ഈ പോലീസിന് കൂടുതൽ സംശയത്തിലേക്ക് പോയത്. ഈ സംശയം ആസ്പദമാക്കി തന്നെയാണ് പോലീസ് ബാക്കിയുള്ള ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ നിതീഷ് അടക്കം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായുള്ള ചോദ്യം ചെയ്ത ശേഷമാണോ ഇത് കൃത്യമായി കൊലപാതകമാണെന്ന്
എന്നൊക്കെ പോലീസിന് മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഏതായാലും രാവിലെയോടെ ഈ മൃതദേഹം എടുക്കാനുള്ള പ്രാരംഭഘട്ടത്തിൽ പോയപ്പോൾ തന്നെ അവശേഷങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് കൊലപാതകമാണെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതൊരു വെളിച്ചത്തിലേക്ക് എത്തിയത്. ഏതായാലും ഈ ആഭിചാര ക്രിയകൾ അതുപോലെ തന്നെ മന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങളും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഈ നാട്ടുകാർ പറഞ്ഞത് മുൻപ് നരബലി അടക്കമായിരിക്കും എന്നുള്ളൊരു ആശയങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം നോക്കി തന്നെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് സാധ്യത. കാരണം നവജാത ശിശുവിനെ അടക്കം ഇത്തരത്തിൽ കൊന്നു കുഴിച്ചുമൂടിയത് എന്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യമായിരിക്കാം ഇവർ ജനി കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. കൊല്ലപ്പെട്ട വിജയന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥിയുമാണ് കണ്ടെത്തിയത്. തറ പൊളിച്ച് നടത്തിയ പരിശോധന തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്നാണ് ഇടുക്കി SP വിഷ്ണു പ്രദീപ് അറിയിച്ചിരിക്കുന്നത്.